നിയമസഭയിലേക്കാണ് ആദ്യം പോകുന്നത്. മനസ മനോജ് കൂടി ഗുഡ് മോർണിംഗ് കേരളത്തിനൊപ്പം തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. നിയമസഭയിൽ ഇന്ന് 5-ാം ദിനമാണ്. 2 സ്വകാര്യ ബില്ലുകൾ പരിഗണിക്കും. ഒപ്പം ശബരിമലയിലെ സ്വർണ്ണപ്പാളി വിഷയം, ആഗോള അയ്യപ്പ സംഗമം നാളെ പമ്പയിൽ ആരംഭിക്കാനിരിക്കുകയാണ്. ഈ വിഷയം സഭയുടെ പരിഗണനയ്ക്കുണ്ടാകും. ചോദ്യോത്തരവേളയിൽ നിരവധി വിഷയങ്ങളുമായി പ്രതിപക്ഷവും എത്താൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്ന സംസ്ഥാനമെമ്പാടും പല ജില്ലകളിലായി നടന്ന KSUവിൻ്റെ മാർച്ച്, അത് അക്രമാസക്തമായി നീങ്ങുന്ന കാഴ്ചകളൊക്കെ നമ്മൾ തത്സമയം കണ്ടതാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പല വിഷയങ്ങളും പ്രതിപക്ഷം നിയമസഭയിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുമുണ്ട്. അപ്പോൾ ഏതൊക്കെ രീതിയിലായിരിക്കും ഇന്നത്തെ സഭാ സമ്മേളനം എന്ന് പറഞ്ഞു തരാം. മാനസ മനോജ് കൂടെ ചേരുന്നുണ്ട്. മാനസ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് വിനിഷ. 15-ാം നിയമസഭയുടെ 14-ാം സമ്മേളനം അതീവ സമ്പന്നമായിരുന്നു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ അടിയന്തര പ്രമേയം നോട്ടീസ് പ്രതിപക്ഷം നൽകുന്നു. അത് ചർച്ചയ്ക്കെടുക്കാമെന്ന് സർക്കാർ സമ്മതിക്കുന്നു, ഭരണപക്ഷം സമ്മതിക്കുന്നു. സ്പീക്കറുടെ അനുമതിയോടുകൂടി കഴിഞ്ഞ 3 ദിവസങ്ങളിലും അടിയന്തര പ്രമേയ ചർച്ചയുണ്ടായിരുന്നു. ആ വിഷയത്തിന്മേൽ വലിയ രീതിയിൽ തിരിച്ചടിയാണ് പ്രതിപക്ഷത്തിന് കഴിഞ്ഞ 3 ദിവസങ്ങളിലും സഭയിൽ നേരിടേണ്ടി വന്നത്. അപ്പോൾ ഇന്ന് എന്തൊക്കെ വിഷയങ്ങളായിരിക്കാം പ്രതിപക്ഷം കൊണ്ടുവരുന്നത് ചോദ്യോത്തരവേളയിൽ? ഒപ്പം 2 സ്വകാര്യ ബില്ലുകൾ കൂടി സഭയുടെ പരിഗണനയ്ക്കെത്തുമ്പോൾ തീർച്ചയായും വിനിഷ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത്തരം നീക്കങ്ങൾ തന്നെയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ നിയമസഭാ സമ്മേളനത്തിൽ ഉണ്ടായിരിക്കുന്നത്. 15-ാം സഭയുടെ ഈ 5-ാം ദിനമാണ് ഇന്ന് എന്നുള്ളതും അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ചർച്ചകളൊക്കെയും തന്നെ വലിയ രീതിയിൽ പുരോഗമിക്കുന്നു. പ്രതിപക്ഷം കൊണ്ടുവരുന്ന അടിയന്തര പ്രമേയങ്ങളിലൊക്കെയും തന്നെ സംസ്ഥാന സർക്കാർ ചർച്ചയ്ക്ക് അല്ലെങ്കിൽ ഭരണപക്ഷം ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറയുന്നു. വിശദമായ വിശദീകരണം എല്ലാ വിഷയങ്ങളിലും മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ നൽകുന്നു. ഇതൊക്കെയും തന്നെ പ്രതിപക്ഷത്തിന് വലിയ രീതിയിൽ ഒരു തിരിച്ചടി എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പ്രധാനമായും സൂചിപ്പിക്കാനുള്ളത്. മാത്രമല്ല പ്രതിപക്ഷം കരുതാത്ത രീതിയിൽ ഭരണപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും മറുപടികളൊക്കെയും തന്നെ ലഭ്യമാകുന്ന ഒരു സ്ഥിതിയുമുണ്ട്. അതുകൊണ്ട് തന്നെ വേണ്ട രീതിയിൽ പ്രതിപക്ഷത്തിന് സഭയിൽ പ്രതിരോധിക്കാൻ പറ്റുന്നില്ല എന്നുള്ള വാസ്തവം ഇപ്പോൾ തന്നെ വ്യക്തമാണ്. മാത്രമല്ല കഴിഞ്ഞ ദിവസം സഭയിൽ സപ്ലൈകോ വിഷയമൊക്കെയും തന്നെയാണ് ഉയർന്നു വന്നത്. അത് പ്രതിപക്ഷ നേതാവ് തന്നെ ഒരു ഘട്ടത്തിൽ സംസ്ഥാന സർക്കാരിന്റെ സപ്ലൈകോ ഇടപെടൽ അതീവമായി പ്രശംസിച്ച ഒരു ഘട്ടമുണ്ടായിരുന്നു. എന്നാൽ ആ ഒരു രീതി ഇല്ല എന്ന് പറയുമ്പോഴും അത്തരം പ്രശംസ നൽകിയ വീഡിയോകളൊക്കെയും തന്നെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. മാത്രമല്ല ഞാൻ ഒന്ന് ഇടപെടട്ടെ മാനസ, നമുക്ക് മാനസയിലേക്ക് വരാം, നിയമസഭയിലേക്ക് വരാം.